ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചോറിൻ്റെ ഒക്കെ കൂടെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ 2 സൈഡ് ഡിഷിൻ്റെ റെസിപ്പീസാണ് കേട്ടോ. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു കറിയും അതുപോലെ തന്നെ ഒരു തോരനാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആട്ടോ ഇത്രയേ വേണ്ടുള്ളൂ. ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, ഒരു 3 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തെടുത്തത്, കുറച്ച് കറിവേപ്പില, ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തത്, ഒരു വലിയ പഴുത്ത തക്കാളി ഈ ഒരു പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും വേണം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഇതാണ്. ഞാൻ തൈര് നന്നായിട്ട് അടിച്ചെടുത്തതാണിത്. ഇത് ഏകദേശം ഒരു 2 കപ്പിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഇതും നമുക്ക് വേണം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ എളുപ്പത്തിൽ നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു കറി എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ടൊരു ചീനച്ചട്ടി ഞാനിതാ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചീനച്ചട്ടി ചൂടാകുമ്പോൾ ഞാൻ അതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. എണ്ണ ചൂടാകുമ്പോൾ ഞാൻ ആദ്യം 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു നുള്ള് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവയും കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കൊത്തി അരിഞ്ഞ് വെച്ച ഇഞ്ചി അതുപോലെ വെളുത്തുള്ളി ഇത് രണ്ടും ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ സ്ലൈസ് ചെയ്ത 3 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ആഡ് ചെയ്യാവുന്നതാണ്. ഈ സമയത്ത് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയുടെ കുത്തൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇതൊക്കെ മൂത്തിട്ടുണ്ട്. നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് വഴറ്റിയെടുക്കാം. 2 മിനിറ്റ് കൊണ്ടൊന്ന് വഴന്ന് കിട്ടും. പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ തക്കാളി പെട്ടെന്നൊന്ന് കുക്കായിട്ട് വരും. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ടൊമാറ്റോ ഒക്കെ കറക്റ്റ് കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നുള്ള് കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഈ സമയത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടിയുടെ പച്ചമണം മാറുന്ന സമയത്ത് നമ്മൾ അടിച്ചു വെച്ചേക്കുന്ന തൈര് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ ഈ ഒരു തൈര് ചേർക്കാൻ. തൈരെല്ലാം നമ്മൾ തൈര് നന്നായിട്ട് അടിച്ച് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അടിച്ചെടുത്തിട്ട് ഒരു 2 കപ്പിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ചിട്ട് ഇതിൽ ഒഴിച്ച് മിക്സ് ചെയ്യാം. എന്നിട്ട് അപ്പം തന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഞാനിതിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്കിതങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ലൈറ്റായിട്ട് ഒന്ന് ചൂടായിട്ടുണ്ട് കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്യാണ്. കറി റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമ്മൾ ചോറിന് കഴിക്കാൻ പറ്റിയ ഒരു ഒഴിച്ചു കറി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതും കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് ചെറിയ സമയം കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു കറി ഇഷ്ടപ്പെടുവാണെങ്കിൽ. അപ്പം നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു സൈഡ് ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ചീരയാണ്. അപ്പം ഞാൻ ചീര ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ചൊരു ഏകദേശം ഇതെല്ലാം കൂടെ ഒരു 1.5 കപ്പിൻ്റെ അടുത്ത് വരും ചീര. കുറച്ച് ചീര മതിയാവും. അപ്പോൾ ചീര കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മുട്ട. ഒരു 2 മുട്ട ഞാനിതുപോലെ പൊട്ടിച്ചൊഴിച്ചിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് എളുപ്പത്തിൽ നമ്മൾ ഈ ഒരു ഡിഷ് ഉണ്ടാക്കാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പം നമുക്ക് ഒരു പാത്രം വെച്ച് കൊടുക്കാം. ഇനി ഇത് ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കൊത്തി അരിഞ്ഞ് വെച്ച ഒരു ചെറിയൊരു സവാള മതി. വലിയ സവാള ആണെങ്കിൽ ഒരു സവാളയുടെ പകുതി മതി. 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളിയും പച്ചമുളകും ഒന്ന് ചെറുതായിട്ട് വാടി വരുമ്പോൾ തന്നെ ഇതിലേക്ക് നമുക്ക് ചീര ഇട്ട് കൊടുക്കാം കേട്ടോ. കട്ട് ചെയ്ത് വെച്ച ചീര ഇട്ട് കൊടുക്കാം.
അപ്പം ഞാൻ ചീര ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ച ചീരയും യൂസ് ചെയ്യാം കേട്ടോ. ചുവപ്പ് ചീരയും പച്ച ചീരയും രണ്ടും യൂസ് ചെയ്യാം. അപ്പോൾ ചീര ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചീര പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും. നമ്മൾ വെള്ളമൊന്നും ചേർക്കണ്ട. ഒന്ന് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചാൽ മതി. ഒന്ന് ആവി കയറി വരുമ്പോഴേക്ക് തന്നെ ചീര ഒന്ന് കുക്കായിട്ട് കിട്ടും. ഈ ഒരു ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടാവില്ല. കുക്കായിട്ട് വരുമ്പോൾ ഇതിൻ്റെ പകുതിയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ മഞ്ഞളും ഉപ്പൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട്. ചീരയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ ചീര കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ചീരയിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് ഡ്രൈ ആയി വരട്ടെ. അതിൻ്റെ ശേഷം നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് അടിച്ചു വെച്ച 2 മുട്ട ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം മുട്ടയിൽ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടാണ് അടിച്ചെടുത്തത്. അത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ചിക്കിയെടുക്കണം. അപ്പം ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലപോലെ ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചീര മുട്ടത്തോരൻ. ഇത് ശരിക്കും നമ്മളിതിൽ ചീരത്തോരനിൽ തേങ്ങയൊക്കെ ചേർത്തുണ്ടാക്കൂലേ, അതുപോലെ ഉണ്ടാവും കാണുമ്പോൾ. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. നമ്മൾ തേങ്ങയൊന്നും ചേർക്കുന്നില്ലല്ലോ. നമ്മൾ 2 മുട്ടയും കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു ഡിഷാക്കി എടുത്തേക്കുന്നത്. നമുക്ക് ഈ ഒരു ചുവന്ന ചീരക്ക് പകരം പച്ചച്ചീര വേണമെങ്കിൽ ചേർത്തെടുക്കാം. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. കുറഞ്ഞ ക്വാണ്ടിറ്റി മതി. ചീര ഇലയാണെങ്കിലും ഒക്കെ നമുക്ക് മുട്ടയും കൂടെ ചേർക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരളവിൽ കിട്ടും. ചോറിൻ്റെ കൂടെ ചപ്പാത്തീൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആട്ടോ ഇത്. അപ്പോൾ ഈ ഒരു ഡിഷ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച ഈ 2 റെസിപ്പീസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഒട്ടും ടൈമൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ പെട്ടെന്നൊരു ലഞ്ചൊക്കെ ഉണ്ടാക്കേണ്ട അവസരത്തിൽ ഇതുപോലത്തെ ഒരു കറിയും അതുപോലെ തന്നെ ഒരു വറവൊക്കെ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് തേങ്ങയും വേണ്ട. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് കുറഞ്ഞ ടൈമും കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന റെസിപ്പീസാട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. താങ്ക് യു.